ദാ ഒരുപാട് ലോയേഴ്സ് ഇവിടെയുണ്ട്. പക്ഷേ ഒരുത്തനെ പോലും നമുക്ക് പരിചയമില്ലല്ലോ. അങ്ങോട്ട് നോക്ക് ബ്രോ. ഇത്രയും പേർക്കിടയിൽ അവൻ മാത്രം ബിസി ആണെങ്കിൽ അവനാണ് ബ്രില്യന്റ് ആയിരിക്കും. ജോലിയില്ല. ഒന്ന് പോയി നോക്കാം. ഇതൊക്കെ എന്നാ പഠിക്കാൻ? ഹലോ, ആ പറഞ്ഞോ. സർ, നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞാലും ഹലോ, എന്താ? ഇവനൊരു കേസുണ്ട് സാർ, അത് ബാധിക്കൂ? അതിനല്ലേ ഞങ്ങളോട് ഇരിക്കുന്നേ. കാര്യം പറ, കേസ് തീർത്തരാന്നേ. ഈ പ്രോപ്പർട്ടി ഇപ്പോൾ ലിറ്റിഗേഷനിലാണ്. ഓ, ഈ സ്ഥലം എത്രയും പെട്ടെന്ന് വിറ്റ് ആ പണം എനിക്ക് കിട്ടണം. എന്താ പറ്റുമോ? ആ ഓക്കെ. നിങ്ങളുടെ സ്ഥലത്താണെങ്കിലേ ഗ്രാസ് അല്ലെങ്കിൽ കുഴപ്പമില്ല, കേസ് ഉണ്ടായിരിക്കണം. അതായിരിക്കും ആ സ്ഥലത്തിന്റെ വാല്യൂ. ടെൻഷൻ അടിക്കണ്ടെന്നേ. കണ്ണടച്ച് തുറക്കും മുമ്പ് ഈ കേസ് ഞാൻ തീർത്തു തരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ ജൂനിയേഴ്സിനോട് ചോദിച്ചു നോക്ക്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നേ. കേട്ടല്ലോ? ഡൗട്ട് ക്ലാരിഫൈ ആയാലോ? എന്നാ പിന്നെ നമുക്ക് ചെക്ക് ചെയ്തേക്കാം. എല്ലാം ക്ലിയറായി. ഇത്ര പെട്ടെന്നോ? എന്നെ ജീവനോടെ കുഴിച്ചുവിടാനുള്ള വരവാണെന്ന് ക്ലിയറായി. ഒരു കാര്യം പറയാം, അഥവാ ഈ സ്ഥലം അവർ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുന്നവനായാലും ശരി അഥവാ വിൽക്കുന്നവനായാലും ഇതുവരെ ജനിച്ചിട്ടില്ല. ഹേ, അതെന്തായാലും കൊള്ളാലോ. ഇത് അവന്മാര് കൈവശപ്പെടുത്തുന്നതിന് ഒരു ദിവസം മുന്നേ ഞാൻ ജനിച്ചു എന്ന് താൻ വിചാരിച്ചോ? തന്നെ കൊണ്ട് ഈ കേസ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ടെന്നല്ല, ഇവിടെ ഇരിക്കുന്ന ആരെ കൊണ്ടും സാധ്യമല്ല. നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ട്രൈ ചെയ്തോ. ഓൾ ദി ബെസ്റ്റ്. അയ്യാ, നാടറിയുന്ന ഷക്കീൽ ഒന്നേ ഉള്ളൂ. പക്ഷെ ഈ നാട്ടിലെ വേറെയും വക്കീലന്മാരുണ്ട്. ചലോ ബ്രോ. കറക്റ്റ് ബ്രോ. ബൈ ജൂനിയേഴ്സ്. ജൂനിയേഴ്സ്, കൊള്ള കേസ് മൊത്തം അവന്റെ തല കെട്ടിവെക്ക്. കോടതി കയറി ഇറങ്ങി മനസ്സിലാവും ഷക്കീലാരാണ് വക്കീലാരാണെന്ന്. സർ, ഈ കേസ് ഒന്ന് സോൾവ് ചെയ്യാവോ? ഇത് അന്വേഷിച്ചു പോയാൽ തനിക്ക് സർവേ നമ്പർ കിട്ടില്ല, പോസ്റ്റ്മോർട്ടം നമ്പറേ കിട്ടൂ. പിടിക്ക്. ഒരുപാട് നേരം ഇവിടെ നിൽക്കണ്ട, അത് തനിക്ക് പ്രോബ്ലം ആവും. ചേട്ടാ, ചേട്ടന്റെ സ്ഥലം അന്വേഷിച്ച് ആരോ വന്നിട്ടുണ്ട്. 10 മണിക്കാ ലാസ്റ്റ് ട്രെയിൻ. എവിടുന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു വയ്ക്കോ. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ രക്ഷിച്ചതിന്റെ പുണ്യം എനിക്ക് കിട്ടും. എവിടെ അവൻ? ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. അയ്യോ, അങ്ങോട്ട് പോണ്ട. അതാവട്ടെ, അങ്ങോട്ട് മാറിയിക്കാം. ഞാൻ പറയുന്നത് ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അയ്യോ, ഞാൻ പറയുന്നത് വേഗം വാ. നീ അന്വേഷിച്ചു വന്ന സ്ഥലം ഇപ്പൊ വേറൊരുത്തൻ കൈയടക്കി അവന്റെ അധികാരത്തിൽ വെച്ചിരിക്കുക. ആരാത്? കംസന്റെ കയ്യിലിരിക്കുന്ന വാള് വീരഭദ്ര. സർവേ നമ്പർ 26. അതൊരു സ്ഥലമല്ല, അതൊരു നാടാ. അതിൻ്റെ പേര് വീരഗല്ലു. ചുറ്റുവട്ടത്ത് കാണപ്പെടുന്ന 100 സ്ഥലങ്ങളെക്കാളും 10% കൂടുതൽ വളക്കൂറുള്ള ഏക മണ്ണാത്. വീരഭദ്രൻ കൊടുത്തിരുന്ന കുറച്ച് വെള്ളത്തിൽ അവിടെ നല്ല കൃഷി നടക്കുമായിരുന്നു. എന്നാൽ വീരഭദ്രൻ ആ സ്ഥലങ്ങളെല്ലാം അവൻ്റെ കൈവശമാക്കണമെന്ന് ആഗ്രഹിച്ച് ആ നാട്ടിലെ കർഷകരോട് വഴക്കുണ്ടാക്കി ആ കൃഷിയിടങ്ങളെല്ലാം കൈക്കലാക്കി. കുറച്ചുപേരെ പേടിപ്പിച്ചു, കുറച്ചുപേരെ കൊന്നുകളഞ്ഞു. അവനെ പേടിച്ച് ഒരുപാട് പേർ ആ ഗ്രാമം ഉപേക്ഷിച്ചു പോയി. ഒപ്പിടാൻ വിസമ്മതിക്കുന്നവരുടെ കൈവെട്ടി അവൻ തന്നെ ആ വിരലിൽ മഷിമുക്കി ആ സ്ഥലങ്ങളെല്ലാം അവൻ സ്വന്തമാക്കി. നാടുവിട്ടു പോയവരുടെയൊക്കെ ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി അവരുടെ സ്ഥലവും ചേർത്ത് സർവേ നമ്പർ 29 എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തു. ഇപ്പൊ താൻ കൊണ്ടുവന്ന ഈ മുദ്രപേപ്പർ ഇതുപോലെ പോയവരുടേതാ. നിനക്ക് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ആ വീരഭദ്രനെതിരെ കോടതിയിൽ കേസ് കൊടുക്കേണ്ടി വരും. അതല്ല, നിനക്ക് പണം മതിയെങ്കിൽ ആ സ്ഥലം വിറ്റ് തനിക്ക് പണം തരാൻ വേണ്ടി ഇവിടെ ഒരാളുണ്ട്. ആരാത്? കൃഷ്ണന്റെ കയ്യിലുള്ള സുദർശന ചക്രം. ശിവഗഡ ഗ്രാമത്തിന്റെ കാവൽക്കാരൻ ഭൈരവൻ. അയാളെ കൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. അവനുണ്ടാക്കിയ ഡോക്യുമെന്റ്സ് എല്ലാം ഫേക്ക് ആണെന്ന് തെളിയിക്കാൻ അയാൾ ആ ജനങ്ങളോടൊപ്പം ചേർന്ന് പോരാടുകയാണ്.